നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റ് സമ്മേളനം, നയപ്രഖ്യാപനം ഉടൻ. നാളെ ബജറ്റ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർമ്മാണ കമ്പനികളിലേക്ക് ബി.ജെ.പി നോമിനികൾ തിരികെ കയറ്റി കേന്ദ്രം. T20 ബൗളർ ദീപ്തി ശർമ്മ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. ബജറ്റ് സമ്മേളനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തി. 2ാം ബി.ജെ.പി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായ നയപ്രഖ്യാപനം ഇന്ന് രാഷ്ട്രപതി പാർലമെന്റിൽ നടത്തും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനം അടുത്ത മാസം 9-ന് അവസാനിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്ന കമ്പനികളിലേക്ക് ബി.ജെ.പി നോമിനികളെ തിരികെ കയറ്റി കേന്ദ്ര സർക്കാർ. വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഡയറക്ടർ ബോർഡിലുള്ള 4 പേർ ബി.ജെ.പി ബന്ധമുള്ളവരാണ്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ഒരാളായി വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന മൻസൂഖ് ഭായ് ശ്യാംജി ഭായ് ഖജാരി രാജ്കോട്ടിൽ നിന്നുള്ള ബി.ജെ.പി ജില്ലാ പ്രസിഡന്റാണ്. EVM ചിപ്പുകളിലെ രഹസ്യ എൻക്രിപ്റ്റഡ് സോഴ്സ് കോഡിന്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇടപെടാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത്. ഇനി കായിക വാർത്ത. വനിതാ T20 റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ദീപ്തി ശർമ്മ 2ാം റാങ്കിങ്ങിൽ എത്തി. ഏറ്റവും പുതിയ റാങ്കിംഗ് ലിസ്റ്റിലാണ് ദീപ്തിയുടെ നേട്ടം. 1ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ എക്ലെ സ്റ്റോൺ ആണ്. താരം ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 2ാം സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.